السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العظيم. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ആദരണീയരായ ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, മന്നാനി ഉമറുൽ ഫാറൂഖിലെ വിദ്യാർത്ഥി കൂട്ടായ്മയായ മുനവ്വറുൽ ഇസ്ലാം സാഹിത്യ സമാജവും പൂർവ്വ വിദ്യാർത്ഥി സംഗമമായ മുഫാസ് അസോസിയേഷനും ചേർന്ന് നടത്തുന്ന സീറത്തുൻ നബി സമ്മേളനത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം എന്ന ശീർഷകത്തിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കത് പറയുവാനും നിങ്ങൾക്കത് കേട്ട് മനസ്സിലാക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോടോ മനുഷ്യരോടോ മാത്രമല്ല കരുണ കാണിച്ചിരുന്നത്, മൃഗങ്ങളോടും സസ്യങ്ങളോടും ജീവികളോടും പറവകളോടും എല്ലാത്തിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണ കാണിച്ചിരുന്നു. എന്നാൽ ഈ സമുദായത്തിൽപ്പെട്ട പലരും സ്വന്തം മക്കളെ തന്നെ മാതാപിതാക്കൾ കൊല്ലുന്ന ഒരവസ്ഥയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. സ്വത്തിനും സമ്പത്തിനും വേണ്ടി മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്ന ഒരവസ്ഥ, ഇതാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നടക്കുന്നത്. ഒരവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഒരു വൃദ്ധയായ മാതാവ് ഒരു കെട്ട് വിറക് എടുക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വൃദ്ധയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ആ വിറക് കെട്ടെടുത്ത് സ്വന്തം തോളിൽ ചുമത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വൃദ്ധയുടെ കൂടെ നടക്കുകയാണ്. കുറച്ച് നടന്നുപോയി ആ വൃദ്ധ തന്റെ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിറക് കെട്ട് ആ മാതാവിന്റെ വീട്ടിന്റെ അകത്തളത്തിൽ കൊണ്ട് വെച്ചു കൊടുത്തു. തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ആ വൃദ്ധയായ മാതാവ് തന്റെ തുണിയുടെ തലപ്പത്ത് കെട്ടിവെച്ചിരുന്ന കുറച്ച് നാണയം എടുത്ത് നീട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരസിച്ചു. അപ്പോൾ ആ മാതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മകനെ, ഞാൻ നിനക്കൊരു ഉപദേശം തരാം. ഇപ്പോൾ ഈ അവസരത്തിൽ ഒരു മനുഷ്യനാണെങ്കിൽ നമ്മുടെ ദൈവങ്ങളായ ലാത്തയും ഉസ്സയും മനാത്തയും എല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുവൻ ഇറങ്ങിയിട്ടുണ്ട്. അവൻ പറയുന്നത് അവന്റെ റബ്ബാണ്, അവന്റെ ദൈവമാണ് യഥാർത്ഥമായ ദൈവം, അവന്റെ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് അവൻ ഇവിടെയൊക്കെ പറഞ്ഞു വരത്ത് നടക്കുന്നുണ്ട്. മക്കൾ അവന്റെ ചതിയിൽ